നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ആൾക്കാര് കൂടുതലും ആൾക്കാരെ മീൻ പിടിക്കുക. Sausage? You want sausage? Here. കൊഞ്ചം ഇതിനകത്ത് ചിക്കൻ ഉണ്ട്, ചമ്പാല റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഷ്രിമ്പ് ഉണ്ട്. ഇവിടെ ഷ്രിമ്പ് എന്ന് പറയുന്നത് എവിടെ പോവാ? ഇന്ന് സൺഡേ അല്ലേ, സാധാരണ ഈ ഫ്ലോറിഡയിലുള്ള ആൾക്കാർ കൂടുതലും ചിലവഴിക്കുന്നത് ബീച്ചിലാണ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് ആൾക്കാർ സൺഡേ അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ബീച്ചിലാണ്. ഓക്കെ, ഇപ്പോൾ സൺഡേ ആണ്, ഇവിടെ ഒരു വഴിയിലെങ്ങും ആരും ഇല്ല അല്ലേ. കൂടുതലും ആൾക്കാർ മീൻ പിടിക്കുക, ഫുഡ് കഴിക്കുക, ബീച്ചിൽ സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാർ കൂടുതൽ ഇത് ചെയ്യുന്നത്. ഓക്കെ ബീച്ച് ഓക്കെ കയറ. ഓക്കെ റെഡിയാണോ? റെഡി. ഓക്കെ കയറ കയറ. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്യൂല് കുറവാണ്. ഓക്കെ, പെട്രോൾ അടിക്കണം. ഓക്കെ, ഗ്യാസ് സ്റ്റേഷനിലോട്ട് കൊണ്ട് വണ്ടി. ഓക്കെ, ഗ്യാസ് അടിക്കുന്നു. ഓക്കെ റെഡി. ഓക്കെ, നമുക്ക് പൈസ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇത്ര ഗ്യാസിൻ്റെ വില എത്ര? അവിടെ ഇറങ്ങി നമുക്ക് ഇങ്ങോട്ടല്ലേ പോകണം, നമുക്ക് അങ്ങോട്ടാ പോകണ്ടേ. നമുക്കപ്പോൾ അങ്ങനെ 2.29, 2.39. ഇവിടെ 3 ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് പെട്രോൾ പമ്പ് എന്ന് പറയാം. 2, 3 മൂന്നിടത്ത് 3 വില വ്യത്യാസമാണ്. ഇവിടുത്തെ വില ഒരു ഗ്യാലന് 2.29. അപ്പോൾ അടുത്ത് നമ്മൾ ഇവിടെ 7-Eleven ഉണ്ട്. 7-Eleven സ്റ്റോറിലോട്ട് പോകണം അടിക്കാൻ വേണ്ടി. 7-Eleven സാറിന് കുറവാണ്. ഏറ്റവും കുറവാണ് 7-Eleven ആണ്. ഇത് പെട്രോൾ പമ്പ് എൻ്റെ സൈഡ്. ഇപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ വന്നിട്ടുണ്ട്. എത്ര വില? ഇത് ഏതൊക്കെ എത്ര പൈസ? ഇവിടെ 3 ഗ്രേഡാണ്. റെഗുലർ, മിഡ്, സൂപ്പർ പ്രീമിയം. സൂപ്പർ $3.19. ഓക്കെ, അതടിക്കും. What up with it?
No camera. Car wash today. I said no. Lift. Mar. This petrol തീരും. Full tank. എത്ര ഇതിന് ടാങ്ക് എനിക്ക് വന്നാൽ 15 gallon ഇപ്പം $45 ആയിട്ടുണ്ട്. 15 gallon. ഓക്കെ, 15 gallon ഇനഫ്. ഓക്കെ, ഫുള്ളായോ? ഫുള്ളായി. ഇത് ഓൾറെഡി ലോക്ക് ആയി കേട്ടോ. ഓൾറെഡി ഗാലൻ ഇപ്പം കറക്റ്റ് 15 gallon ആണ് അതിൻ്റെ. 15 gallon $50. ഓക്കെ, ഇന്ന് സൺഡേ ആണ്. ഇവിടെ വലിയ തിരക്കില്ല റോഡിലൊന്നും. ആ സമയത്ത് ഭയങ്കര തിരക്കുള്ള സ്ഥലം. വലിയ തിരക്കില്ല ഇവിടെ. ഇത് ഹോളിവുഡ് സൈഡിലത്തെ ഹോട്ടലുകളാണ്. പോലീസുകാരനെ പിടിച്ചിട്ടുണ്ട്. അത് മാരിയറ്റ്. ഇവിടൊക്കെ ഒരു ദിവസം താമസിക്കുന്നതിനൊക്കെ ഒരു $250. പിന്നെ ബീച്ച് സൈഡ് ഒരു വൺ ഡേ $800 കൊടുക്കും. $800, $600, $800 ഒക്കെ ആവുന്ന സ്ഥലങ്ങളാണ് മാരിയറ്റ് ഹോളിവുഡ് സ്ഥലങ്ങള്. നമ്മുടെ ഇന്ത്യൻ റുപ്പി പബ്ലിക് പാർക്കിംഗ് ഹോളിവുഡ് ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസത്തെ താമസത്തിനൊക്കെ 70,000 $80,000 രൂപയുടെ കൂടുതൽ. ഇവിടെയുള്ള ആൾക്ക് വെളിയിൽ നിന്ന് ഒത്തിരി പേര് വന്ന് വലിയ പൈസ സെലിബ്രിറ്റീസൊക്കെ ഇവിടുത്തെ ഐലൻഡ് ഉണ്ട്. നമ്മുടെ ടൈറ്റാനിക്കിലെ നായകന്മാരും അവിടുത്തെ അഭിനയിക്കുന്നവരും അങ്ങനെയുള്ള വലിയ ആൾക്കാർക്കൊക്കെയുള്ള ഇവിടെ പ്രൈവറ്റ് ഹോട്ടലുകളും അവരുടെ സ്വന്തം ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ടാകും. കാണുന്ന നല്ല ഹോട്ടലാണ് സൈഡിൽ. ഇവിടുത്തുകാർക്ക് പ്രത്യേകിച്ച് ഈ ലാറ്റിൻ അമേരിക്കക്കാർക്ക് ഈ ബീച്ച് സൈഡിൽ താമസിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പാർട്ട്മെന്റുകൾ ഇവര് കൂടുതൽ ഇവരുടെ ലൈഫ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും ബീച്ചാണ്. അവിടെ പോവുക, ബിയർ കുടിക്കുക, റിലാക്സ് ആയിട്ടിരിക്കുക. അതാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടുത്തെ. എല്ലാരും ബീച്ച് സൈഡിൽ അപ്പാർട്ട്മെന്റുകൾ. ഇത് ക്രൂസാണോ? ക്രൂസിന് വന്ന കപ്പലാണ് കിടക്കുന്നത്. സൗത്ത് ബീച്ചിൽ. അതെ, ചെറിയ കപ്പലാണ്, യാത്ര കപ്പല. അപ്പാർട്ട്മെന്റുകൾ കണ്ടോ? പക്ഷെ ഇങ്ങോട്ട് വന്നാലേ ഈ സൈഡിലോട്ടേക്ക് വന്നാലേ ഇതിങ്ങനെയുള്ള വലിയ ബിൽഡിങ്ങുകളുള്ളൂ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഇത് ബീച്ച് സൈഡ് ആയണ്ട്. ഇത് അപ്പാർട്ട്മെന്റ് ഇവിടെ അങ്ങനെ കൂടുതൽ ഒത്തിരി ഇത് പണിയത്തില്ല. ഒത്തിരി അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് പണിയത്തില്ലാത്തതുകൊണ്ട് ഒരെണ്ണമായിട്ട് ഇങ്ങനെ പണിതേക്കുന്നത്. നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊന്നുമില്ല. ഒരു നില വളരെ കുറവാണ്. ഒരു 2 നിലയേ ഉള്ളൂ പോലും ഞങ്ങൾ താമസിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഹൗസിംഗ് ഏരിയയാണ്. ഇവിടെ ഇപ്പം അങ്ങനെ എല്ലായിടത്തും ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പാർട്ട്മെന്റുകൾ. നല്ല തിരക്കില്ല, വളരെ സുഖമുള്ള. ഡിപ്ലോമാറ്റ് ലാൻഡ്. Look at that. ഈ ഡിപ്ലോമാറ്റ് ലാൻഡ്. നമുക്ക് ഒരു ലോട്ടറി അടിച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ പോയാൽ ഒരു അപ്പാർട്ട്മെന്റ് നിയമം തെറ്റിച്ച് പൊളിച്ചു പൊളിച്ചു കളഞ്ഞു 19. അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഒരു മാസം $1,000-1,500. ഇവിടെ നമ്മളൊക്കെ അങ്ങോട്ട് വരുവാണെങ്കിൽ കോസ്റ്റ്ലി എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് കിട്ടാൻ തന്നെ
ഏകദേശം ഒരു $1200-1300 എടുക്കും. 1 ബെഡ്റൂം, പിന്നെ ഒരു ചെറിയ ഹാളും കിച്ചണുള്ളതിന് തന്നെ 1300-1000. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നൊരു $2500-3000 ഒരു മാസം കൊടുക്കണമെന്ന് തോന്നുന്നു. ലാറ്റിൻ അമേരിക്കൻ കൺട്രിക്കാർക്കാണ് അവരങ്ങനെ സേവ് ഒന്നും ചെയ്തത്. അവർ ജോലി ചെയ്യുക, ബീച്ച് സൈഡ് അപ്പാർട്ട്മെന്റുകൾ, അങ്ങനെയുള്ള അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുക, അവരുടെ ലൈഫ് ഉറങ്ങി ഇപ്പിയാണ് ഇതൊന്നും. ഇപ്പോഴത്തെ ഇങ്ങോട്ട് പോകുന്നതെല്ലാം വേറെ ബീച്ചുകളാണ്. ഇങ്ങോട്ട് പോകുന്ന സൈഡെല്ലാം ഇത് വേറെ ബീച്ചാണ്. ഹാർഡൻഡെയിൽ ബീച്ച് എന്ന് പറയുന്നത് വേറെ. കോഴിനാട് തീരം മുഴുവൻ ബീച്ചുകൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം നല്ല ബീച്ചുകളാണ് മൊത്തം. ആകാശം മുട്ടി നിൽക്കുന്നത് പോലെ ഹൈഡേ റിസോർട്ട് ആൻഡ് റെസിഡൻസ് അപ്പാർട്ട്മെന്റുകൾ എത്ര ബിൽഡിംഗ്. സോറി, ഈ സൈഡിലെ വീടുകൾ കാണിച്ചു കൊടുക്കുമെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ കേരളത്തിന്റെ അതേ സ്റ്റൈലുകൾ ഉള്ള വീടുകളുണ്ട് ബാക്കിൽ സൈഡിൽ. കുഞ്ഞുകളി പൈസ ഉള്ളവരൊന്നും ഇവിടെ വലപ്പുഴ റോഡ് സൈഡിൽ നമ്മുടെ ഏകദേശം വീടിന്റെ ഭാഗത്തെ സ്റ്റൈല് വീടുകളാണ്. എനിക്കിത് കണ്ടിട്ട് പണ്ട് ദുബായി പോയ പോലെ ഉണ്ട്. പണ്ട് ദുബായിലെ വീടുകളൊക്കെ ഇതേതുപോലെ തന്നെയായിരുന്നു. നടുക്ക് എണ്ണ പനി, തെങ്ങ്, ഇഷ്ടംപോലെ തെങ്ങുണ്ട്. ഗോൾഡൻ ഗേറ്റ് എസ്റ്റേറ്റ്. ഇന്ത്യക്കാരുടെ വല്ലതുമായിരിക്കും, അറിയത്തില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ലക്ഷപ്രഭുവിന്റെ ആയിരിക്കും. ബാറുണ്ട് സൈഡിലെല്ലാം, ബാറ്, എല്ലാ പാട്ടും. നമുക്ക് അപ്പുറത്ത് വരണമായിരുന്നു. ചെറിയ പ്രൈവറ്റ് ബീച്ചുള്ള ഹോട്ടലുകളുണ്ട്. ഇതെൻ്റെ അവരുടെ പ്രൈവറ്റ് ആയിരിക്കും, അതിൻ്റെ ആവശ്യമല്ല. വേറെ ആൾക്കാർ ഹോട്ടൽ ഇവിടെ കയറുന്നവർക്ക് മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് സൈഡിൽ നല്ല രസമാണ്. ഇതുവഴി സൈഡ് വഴി പോകാൻ. ശരിക്കും ഇപ്പുറത്തായിരുന്നു ഭയങ്കര രസം. ഇവിടെ റെസ്റ്റോറന്റുകൾ, ബീച്ച് സൈഡ് ഫുള്ള്, ഇവിടെ ബാറുകളും ഓർക്കുന്നില്ല. ഇപ്പുറം ബിയറടിക്കുക, റിലാക്സ് ആയി ചെയ്തിരിക്കുക. എല്ലാവരും ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ബീച്ച് സൈഡ് നല്ല ഫ്രഷ് സീ ഫുഡ് കിട്ടുന്നതാണ്. മയാമി എന്ന് പറയുന്നത് ഫ്ലോറിഡ. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലോറിഡ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ജീവിക്കാൻ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുന്നത് ഞണ്ട് ഉണ്ടല്ലോ ഇവിടെ. ഇതുണ്ടോ ഇത് എല്ലാവരും റെസ്റ്റോറൻ്റ് ആണ്. ബാർ, ഇവിടെ ബാർ എന്ന് പറയേണ്ട കാര്യമില്ല. ഇവിടെ കൂടുതൽ എല്ലാം എവിടെ കയറി, ഏത് ചെറിയ റെസ്റ്റോറൻറ്റ് കയറി അവിടെ ലിക്കറും എല്ലാം ഉണ്ട്. ലിക്കർ ഷോപ്പ് എനിക്ക് കയറുന്നുണ്ടോ? ലിക്കർ ഷോപ്പില് ഇവിടെ കണ്ടുപിടിച്ചത് ലിക്കർ ഷോപ്പില് അച്ഛൻ. അതുകൊണ്ട് ഇപ്പൊ കണ്ണ് പിടിച്ച് ഇവിടെ കയറി സാധനം മേടിച്ചിട്ടുണ്ടെന്നാണ് അച്ഛൻ. അറിയത്തില്ലാത്ത ലിക്കർ ഷോപ്പ് ഇവിടെ ഉള്ളത്. ഞാൻ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെയാണ്. ഫിഷ് ഐറ്റങ്ങളാണ്, ഗ്രില്ല് ചെയ്ത ഫിഷ്, നല്ല സംഭവങ്ങളാണ് നോക്കുന്നത്. അടിപൊളിയാണ്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം തന്നെ ഇത് ഫ്ലോറിഡ ലോകത്തിലെ തന്നെ നമ്പർ 1 ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വളരെ വെളിയിൽ നിന്നുള്ള എല്ലാ ആൾക്കാർ വന്ന് ഇരുന്ന സ്ഥലമാണ് ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ. ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഫ്ലോറിഡ. നമ്മുടെ കേരളമായിട്ട് വളരെ സാമ്യമുള്ള സ്ഥലമാണ് കേരളം. നമ്മുടെ ആൾക്കാർ എല്ലാം നശിപ്പിച്ച്, മരങ്ങളും ഒക്കെ വെട്ടി നശിപ്പിച്ച് എല്ലാം ടൗണാക്കാൻ സാധിക്കുക. ഇവർ കൂടുതലും നല്ല രീതിയിലെല്ലാം ടേക്ക് കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാണാനല്ലോ സ്ഥലമല്ല. സൂര്യനിപ്പം വശം അസ്തമിക്കാറായി വരുവാണ് കാണുന്നത്. ചെറിയ ഹോട്ടലുകളൊക്കെയാണ് സൈഡിൽ കാണുന്നത്. അപ്പാർട്ട്മെന്റുകളും ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളും ആണ്. 40 നിലയാണ്.
പാപ്പ നിലയുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ബീച്ചാണ്, ബീച്ചിനടുക്കലായി. എല്ലാം ബീച്ചിൻ്റെ സ്ഥലങ്ങളാണ്. എല്ലാം ഫിഷൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് ഈ സ്ഥലങ്ങളിൽ. ബീച്ചിൽ നമുക്ക് ഫിഷ് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഫിഷ് I want to catch a shark. ഷോർക്ക് മേടിക്കണം നമുക്ക് തിരിച്ചു വരുമ്പോൾ. ഷാർക്കിനെ പിടിക്കുമെന്ന് അടിക്കണം. I can't. I Yes. can't. I need to be. No. I need to be 1,000 Oh my years god, old. they are rebuilding. ബിൽഡിംഗ് ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ബീച്ചിൻ്റെ ഹോട്ടലുകളും. It's a house. It's a beach ആ house. ബീച്ച് ഹൗസ് ആണ് കാണുന്നത്. ബീച്ചിൻ്റെ സൈഡിലുള്ള ഹൗസുകളാണ്. Catch it. I can catch it for real. I can bite it. It can bite me. I can kill it. Oh yeah? Yeah, from a knife. So this is a Oh, do tourist place Oh ആണ്. my god, there's a lot of new buildings came. I think they Look are at that rebuilding. big building. Easy. Hmm? Look at the big building. Easy. ആണ് നമുക്ക് You're paying കയറാനുള്ള attention, Easy. ബീച്ചിൻ്റെ. Easy. Huh? ആൾക്കാർ വട്ടം ചാടുന്നുണ്ട് രണ്ടുപേരും. You're paying attention to me. Easy. Yeah. Look. ഓക്കെ, നമ്മൾ ബീച്ചിലേക്ക് കയറാൻ പോകണം. ആക്ഷൻ ഡ്രൈവ് എന്നാണ് എൻ്റെ പേര്. ഇവിടെയൊക്കെ Oh Buildings my god, and all that's at the beach hotel. Yes. ഇത് ഹോട്ടലാണിത്. സൈഡിലുള്ള വേണം താമസിക്കാം, അടിച്ചു പൊളിക്കാം അവിടെ. അപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. No trailers, no RVs, no. കളിക്കാനൊക്കെ ബീച്ചിലായി. പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. കളിക്കാനുള്ളതൊക്കെ ഉണ്ട് പിള്ളേർക്ക്. ഇതിനകത്തങ്ങനെ എനിക്ക് തോന്നില്ല. Beach is Newark. പക്ഷേ, പോട്ടെ പോട്ടെ നോക്കാം. I can see everything. Oh my gosh. കണ്ട ആൾക്കാർ എവിടെയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കണ്ട് ഫുഡ് ഉണ്ടാക്കാം. അതേ അവൻ ഉണ്ടാക്കുന്നു. മനോഹരമായ ബീച്ചാണിത്. വേണ്ട അവൻ എടുക്കുവാണെങ്കിൽ ഞാൻ അവിടെ പാർക്ക് ചെയ്യും. നമുക്ക് ഇവിടെ പാർക്കിംഗ് വേണം. പാർക്കിംഗ് നോക്കിയാണ് അവിടെ നടക്കുന്നത്. ഇങ്ങോട്ടിട്ടല്ലേ അങ്ങ് അറ്റത്ത് പാർക്കിംഗ് അവിടെ പാർക്ക് ചെയ്യണം. ഇടാൻ പൈസ വേണം It's right there. Yes, I'm gonna park. ചെയ്യങ്ങോട്ട് Wait. പാർക്കിംഗ് കറക്റ്റ് ബാക്കി നോക്കി കറക്റ്റ് ആണെന്ന് പാർക്ക് ചെയ്തേക്കുന്നത്. അല്ലേ നമ്മളുകൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മനോഹരമായ ഈ ബീച്ച്. ഇവിടുന്ന് ഇതെടുക്കണം. ഇതിൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ പാർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള ടിക്കറ്റ് എടുക്കണം. അവിടെയാണ് ആ സ്ഥലം. ഓക്കെ, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമുക്കിനി ടിക്കറ്റ് എടുക്കണം. Welcome to Dania Beach. $2 per hour. Enter license plate, okay? Okay, to continue. License plate number edukanu. Pay by enter license plate. $2 per hour. 5 hours. $2 per hour. $10 way, alle? Yeah. Please insert cash or credit card. Okay, wait. Expire at 7 p.m. ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലേ? എത്ര മണിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്? 7 മണി വരെ. 7 മണിയാകുമ്പോൾ എക്സ്പയർ ചെയ്യും. ഓക്കെ, 5 hours. വണ്ടിയെ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മളിത് വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കണം. ടിക്കറ്റ്
രസമല്ലേ? ഓക്കെ ഓക്കെ ഇപ്പോൾ ഇവിടുന്ന് ഇത് ഫിഷിങ് നമുക്ക് ഇവിടുന്ന് ഇത് ഫ്ലോറിഡയുടെ ഇത് ഫിഷിങ്ങിന് നമുക്ക് പോകാൻ വേണമെങ്കിൽ ഇവിടെ നമുക്ക് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വലിയ ബോട്ടിന് നമ്മളെ ഫിഷിങ്ങിനുണ്ട്. നമുക്ക് മീൻ പിടിക്കാം വലിയ ബോട്ടിന് പോകുമ്പോൾ മഴ കഴിയുന്നെല്ലാം ബോട്ടാണ്. ഇതെല്ലാം അതിനനുസരിച്ച് നമ്മൾ പേ ചെയ്യണം. ഒരാൾക്ക് ചിലപ്പം $35-40 ഒക്കെ ആകുന്നത്, ചിലപ്പോൾ $45 $45 ഒക്കെ ആകും. 4 hour 110 hour. ഇതെല്ലാം ഫിഷിങ്ങിന് പോകുന്ന ബോട്ടുകളാണ് കിടക്കുന്നതല്ല. ഫിഷിങ് നമുക്ക് ഫാമിലി പാർട്ടി നടത്താം. അങ്ങനെയുള്ള ബോട്ടുകൾ. ഇതെല്ലാം സൗകര്യമുള്ളതാണ് ബോട്ട്. എന്താ പറയുക, ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് ചൂണ്ടയും എല്ലാം കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇതെവിടെ കയറി ഇത് നമ്മളെ കടലിൽ കൊണ്ടുപോകും. പുറംകടലിൽ കൊണ്ടുപോകും. നമുക്ക് ഇഷ്ടമുള്ള മീൻ പിടിക്കാം. ഇവിടെ മീൻ ഇവിടുന്ന് മീൻ വേണേൽ മേടിക്കുകയും ചെയ്യും ഇവിടുന്ന്. ബോട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഇവർ ചിലപ്പോൾ മീൻ പിടിക്കാൻ പോയിട്ട് ഇവിടുത്തെ ചിലരും ചുമ്മാ രസത്തിന് വേണ്ടി മീൻ പിടിക്കാൻ പോകുന്നവരുണ്ട്. അവർ സാറിന് ഈ മീൻ പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ വരുന്നവർ പോയി കഴിയുമ്പോൾ അവർ മീനെ എടുക്കാറില്ല. ഈ ബോട്ടുകാർക്ക് തന്നെ കൊടുത്തിട്ട് അവർ ചുമ്മാ രസം വെക്കുന്നത്, വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയൊന്നുമല്ല, ചിലരെ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് മീനിനെ ഇവിടുന്ന് വേണമെങ്കിൽ പിടിക്കുക. അവിടെ കിട്ടുന്ന കൂടുതൽ മാഹി, സ്നാപ്പർ, പിന്നെ ഗ്രൂപ്പർ, കിങ് ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കൂടുതലും ഇവിടുത്തുകാർ കൂടുതലും കിങ് ഫിഷിനെ എടുക്കുന്നത്. നമ്മൾ മലയാളീസ് കൂടുതൽ എടുക്കത്തുള്ളൂ, ഇവിടുത്തുകാർ കൂടുതൽ ഉപയോഗിക്കത്തില്ല. എല്ലാം കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എവിടെയൊക്കെ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട് നല്ലത്. സീഫുഡ് റെസ്റ്റോറൻറ്റ്. സീഫുഡ് അതായത് ഇത് കടലിനകത്തോട്ട് ഇറങ്ങിയിരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഇവിടെ ബീച്ച് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ അകത്ത് കയറി ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ അത് ബാർ ഹോട്ടലാണ്. ബീച്ചിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്ന ഹോട്ടലാണ്. എൻ്റെ പേര് കോട്ടർ ഡക്ക്. ഇവിടെല്ലാം ആൾക്കാരെല്ലാം നല്ല റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം. എല്ലാ ആൾക്കാർ വോളിബോൾ കളിക്കുക, ബിയർ അടിക്കുക, റിലാക്സ്ഡ്. ഇപ്പം മേളിക്കൂടെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇതിപ്പം നമ്മുടെ ഇവിടുത്തെ നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ വരുന്ന എയർപോർട്ടാണ്. അതിന് മണ്ടയ്ക്കൂടെ അങ്ങോട്ട് വരുന്നതാണത്. ഫോർട്ട് ലോഡർഡൈൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റാണ് ഈ കാണിക്കുന്നത്, കാണുന്നത്. വൃത്തിയുള്ള ഒരു ബീച്ചാണ്. ആ കാണുന്ന പാലമാണ്. നമുക്ക് ഇതന്നെ ഇരിക്കുന്ന റെസ്റ്റോറൻ്റാണ് കാണുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് വേണം പാലത്തെ കയറി അങ്ങോട്ട് പോകാം. അവിടെ ആൾക്കാർ ചൂണ്ടയിടുന്നതാണ്. നമുക്ക് വേണം അങ്ങോട്ട് കയറി നോക്കാം. അത് അവിടെയും പാസ് എടുക്കാം അങ്ങോട്ട് പോകണമെങ്കിൽ. ആ സൈഡിലോട്ട് അവിടോട്ട് ദൂരോട്ട് വൃത്തി നല്ല നീല കളറാണ് ഇന്ന് ഇതിന്. പിന്നെ ഫ്ലൈറ്റ് തെങ്ങാന്ന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ. ഇന്ന് വലിയ തിരയൊന്നുമില്ല, നല്ല ക്ലിയർ വാട്ടറാണ്.
നല്ല ആൾക്കാരല്ല, നല്ല അടിപൊളിയായിട്ട് Christian, can I go there? No, I want to go. Why? അഭിപ്രായം നമ്മളുടെ വീട് പോലെ നമ്മളവിടെ വീട്ടാനും നമുക്ക് കുളിക്കാം. സൂപ്പർ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇപ്പനും കൊച്ചുമോനോട് ഇറങ്ങിയിട്ടുണ്ട് കടലിൽ. ഓക്കെ, ഇവിടെ ഫ്രഷ് വാട്ടർ ഉണ്ട്. വന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് വാട്ടറിൽ ബീച്ചിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടർ ഫ്രഷ് വാട്ടർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. ഇതിൻ്റെ ബീച്ചിൻ്റെ കടലിൻ്റെ മുകളിലിരിക്കുന്ന റെസ്റ്റോറൻ്റാണത്. പിന്നെ കോട്ടഡ് നെയ്ബർഹുഡ് ഗ്രിൽ ബാറാണ്, സീ ഫുഡ് ബാർ. എവിടെ പോവാ? ബീറടിക്കാൻ പോകണം. ഇതുവഴി മേളത്ത് പോവാം, അപ്പുറത്തോടെ പോകണം. എന്നൊക്കെയാണ് ഫുഡിൻ്റെ മെനു ഒക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാം എന്നൊക്കെയാണ്. അവിടെ സുഷി, സീ ഫുഡ്, സാൻഡ്വിച്ച്, ബർഗർ, വൈൻ, ബിയർ, സ്പിരിറ്റ്, കോക്ടെയിൽ, ഡീപ് ബ്ലൂ ലെമണൈഡ് എല്ലാം ഉണ്ട്. പരസ്യം വെച്ച് അപ്പുറത്തോടെ പോകണം ബൈക്കിൽ. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. ആക്ച്വലി നല്ല ആൾക്കാരാണ്. സൺഡേ ആയതുകൊണ്ടാണ്. അല്ല വരുമ്പം എംറ്റി ആയിരിക്കും കൂടുതലും സ്ഥലങ്ങളിൽ. ഇതിപ്പോൾ പാർക്കിനോട്ടെല്ലാം ഫുള്ളാണ്. Going to restaurant? വിജയ്, നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് പാലം. ഇതിൻ്റെ ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. പാലത്തിൻ്റെ കടലിൻ്റെ മേളിൽ ഉള്ള ആൾക്കാർ. വിജയ് ഇവിടെല്ലാം കുളിക്കുന്നു ഒക്കെ ഉണ്ട്. ദിവ്യാണിത്. ഇതാണ് ഇവിടെ ഡാനിയ ബീച്ചിൻ്റെ പിയർ. ഇവിടെ നമുക്ക് പാസ് എടുത്തിട്ട് അകത്ത് കയറുവാണെങ്കിൽ ചൂണ്ടയിടാം.
ഇതേ അങ്ങോട്ട് പോകണേ, നേരെ അങ്ങോട്ട് ആൾക്കാരിന് ചൂണ്ടയും കൊണ്ടൊക്കെ ഇറങ്ങി. ഇവിടുന്ന് പാസ് എടുക്കണം അങ്ങോട്ട് കയറാൻ പോകണം. ബാറാണിത്. അതാണ് വെളി. പക്ഷേ ഇവിടെ എത്ര മണിക്കൂർ ഇരിക്കണം? 1.5 മണിക്കൂർ വെളിയിരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അകത്തിരിക്കാനോ? 30 ഗിഫ്റ്റ്. ഓക്കെ. ഇവിടെ ഇന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത്. റെസ്റ്റോറൻ്റ് അകമാണ്. ഇങ്ങനെയുള്ള വ്യൂ ആണ് നമ്മുടെ ഈ സൈഡിൽ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് നമുക്ക് സമാനമായിട്ട് എല്ലാത്തിരുന്ന് കഴിച്ച് അകത്തേക്ക് നോക്കി ഇവിടെ ഇരിക്കുകയാണ് സുഖമായിട്ട്. ഇവിടെ സീറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര സമയം ഇരിക്കണമെന്നാ പറഞ്ഞു? 98. നല്ല ചിൽഡായിട്ട് ഫ്രിഡ്ജ് വെച്ചേക്കുന്ന ബിയറല്ല വൈൻ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് പ്രത്യേക സുഖമാണ്. അതിന് വേണ്ടി കടലൊക്കെ കണ്ട് നല്ല അടുക്കി ഫ്രിഡ്ജ് വെച്ചേക്കുന്ന വൈനാണ് ഇരിക്കുന്നത് മൊത്തം. നമ്മുടെ മെനു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫുഡ് നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ മെനു. സൂപ്പുണ്ട്, ഫ്രൈഡ് കലമാരി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്വിഡ്, നമ്മുടെ എന്നാ പറഞ്ഞത്, കൂന്തൽ സ്ക്വിഡ്, ഇവിടെ കാലമാരി എന്നാണ് പറയുന്നത്. വിത്ത് പെപ്പർച്ചിനി പെപ്പർ. ബഫല്ലോ ഷ്രിംപ് ഉണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്, ഫ്രൈഡ് ലോബ്സ്റ്റർ, മാക്ക് ആൻഡ് ചീസ്, സ്മോക്ക്ഡ് ഫിഷ് ഡിപ്പ്, സ്പീനിഷ് ഡിപ്പ്, സ്പൈസി കോങ്ക് എന്ന് പറയുന്നത് കൊഞ്ചെന്നാണ് ഇവിടെ എഴുതുന്നത്. CONCH കോങ്ക്. ശംഖ്, ഒക്ടോപ്പസ് ഉണ്ട്, ട്യൂണ ഉണ്ട്, പിന്നെ സാലഡ്, കുറച്ച് ഐറ്റമാണ്. നമ്മളിപ്പം ഇതൊക്കെയാണ്. അന്ന് ബർഗറുണ്ട്. പിന്നെ ഇതിവിടെ ഇപ്പോൾ ഉള്ളത് ഡ്രിങ്ക്സിൻ്റെ ആണ്. കോക്ടെയിൽസ് ഉണ്ട്. ഇതെല്ലാം വൈനാണ്. സ്പാർക്ലിംഗ് വൈൻസ് ഉണ്ട്. ബിയർ. ഇതെല്ലാം ഡ്രാഫ്റ്റ് ബിയറാണ്. ഇതെല്ലാം ഫ്ലോറിഡ ലോക്കൽ ബിയറാണ്. പിന്നെ ഇതെല്ലാം ക്യാൻ ബിയറാണ്. കൊറോണ ഉണ്ട്. പക്ഷെ ബിയറിന് വില കൂടുതലാണ് ഇവിടെ. സാറിന് ഇവിടെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ $1 ഉള്ളൂ. ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ മേടിച്ചാൽ $5 ഒരു ബിയറിന് വില. ഇതൊക്കെയാണ് ഇവിടുത്തെ ആദ്യത്തെ സെറ്റപ്പ് വന്നിട്ടുണ്ട്. ഇത് ബ്ലൂ മൂൺ ബിയറാണ്. ബ്ലൂ മൂൺ ഓക്കെ. ഓറഞ്ച് ഒക്കെ ഇട്ടാണ്. ഇച്ചിരി ഓറഞ്ച് അങ്ങോട്ട് ബില്ല് ചെയ്യുക. അതൊക്കെ ബില്ല് ചെയ്യുക. എന്താ ഇത് ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്യാത്ത ബിയറാണ്. ഇതിനകത്ത് ബ്ലൂ മൂണിൻ്റെ പല ഫ്ലേവർ കിട്ടും. ഇതിൻ്റെ അകത്ത് നമ്മുടെ ജാതിക്കായും പിന്നെ പംകിൻ സീഡ് ഒത്തിരി വെറൈറ്റി ഉണ്ട്. മാംഗോയുടെ ഉണ്ട്. ഇതിപ്പം ഫിൽറ്റർ ചെയ്യാതെ അതിൻ്റെ നിറം കണ്ടോ, വീറ്റിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ജിയേഴ്സ്.
ഗുഡ് ഗുഡ് ഓക്കെ. ഇത് വന്നിട്ടുണ്ട് മേടിച്ച ചിക്കൻ നാഗറ്റ് വിത്ത് ഹണി മസ്റ്റാർഡ് സോസ് കഴിക്കുന്ന ഫുഡ്. സൂപ്പർ ഫ്രൈസ് ആണ്, നല്ല സീസൺ ചെയ്ത ഫ്രൈ ആണ്. അതായത് എന്താ പറയുക, എൻ്റെ സീസൺ ചെയ്ത് പൊടിയൊക്കെ ഇട്ട സാധനമാണ്. ഇത് ഹണി മസ്റ്റാർഡ് സോസ് ടേസ്റ്റ് ഉണ്ട്. ഈറൊക്കെ അടിച്ച് ഇവിടെ നിന്നൊക്കെ മനോഹരമായ വെളിയിലത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ അപ്പോൾ വെളിയിലേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ചകൾ കണ്ടിരുന്ന് സുഖമായിട്ട് വിടുന്ന് കഴിച്ച് എൻജോയ് ചെയ്യാം. അവിടെ അതിപ്പോൾ അവിടുത്തെ എയർപോർട്ടാണ്, അവിടുന്ന് വരുന്ന ഫ്ലൈറ്റ് വരുന്ന കാണാം. പിന്നെ കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ നാട്ടിലാണ് എത്ര സ്റ്റാർ ഉള്ള ഹോട്ടല്. അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഈ ഫുഡ് ഇത് ചിക്കൻ ബഫലോ ചിക്കൻ വിത്ത് ബ്ലൂ ചീസ് ഫുഡ് വറക്കുന്നുണ്ട് ഒരു സംഭവം. ഇത് പിന്നെ നമ്മൾ മേടിച്ച നമ്മുടെ ഇത് കളമാരി, ഇവിടെ കളമാരി എന്നാണ് പറയുന്നത്. കളമാരി എന്ന് പറഞ്ഞാൽ സ്കിഡ് അതായത് നമ്മുടെ കൂന്തൽ അത് വറുത്ത് വെച്ചേക്കുന്നത്, മുളകൊക്കെ ഇട്ട് സെറ്റപ്പാക്കി വെച്ചേക്കുന്നത്. അതിനോടൊപ്പം അതിൻ്റെ സോസ് സ്പെഷ്യൽ സോസാണ് അതിൻ്റെ പറഞ്ഞു നോക്കിയാൽ. അതിൻ്റെ ഫുഡെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ലിജിമോള് അതിൻ്റെ ഫുഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ക്യാരറ്റ് ഉണ്ട്. അതിൻ്റെ ഒറ്റപ്പസാണോ? സോസിനകത്ത് നോക്കും. അതിൻ്റെ രുചി എന്നാ ടേസ്റ്റാണ്? സ്പൈസി ആണോ? സ്പൈസി അല്ല. ഇത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ റിങ്ങാക്കിയാണ്, റിങ്ങാക്കി ഫ്രൈ ചെയ്ത് ഇട്ടേക്കുവാണ്. സോസിനകത്ത് മുക്കുക ഇങ്ങനെ. ഈ ബഫല്ലോ ചിക്കൻ വയ്ക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മേടിച്ച നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് മേടിച്ചത്. നിങ്ങളുടെ കണ്ടോ ചൂട് പറക്കുന്നുണ്ട്, കണ്ടോ. ചിക്കൻ്റെ കൂടുതൽ വിങ് പീസാണിത്. ഇത് കൂടുതൽ തിന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ശകലം കോസ്റ്റ്ലി ആണ്. ഇവിടെ അമേരിക്കൻ ഡോളർ ഏകദേശം $20 ഇത്ര ചിക്കൻ മേടിക്കാനായത്. അതിനുശേഷം $15 ഇത് തിന്നലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൂക്കണം സ്പൈസി ആയിട്ടുള്ളത്, കണ്ടോ. ബ്ലൂ ചീസ് ഇങ്ങനത്തെ സംഭവം ഇട്ടാണ് കഴിക്കേണ്ടത്. സോസോടെ നോക്കുക. സ്പൈസി സൂപ്പറാണോ? എല്ലാം കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. പ്ലേറ്റൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പാവം ചിക്കൻ്റെ കുറച്ച് കാലും ഇങ്ങനെ കിടപ്പുണ്ട്. കാല് കൈ ഭയങ്കര വിശപ്പാണ്. വേണ്ട ഒരു ഫ്രൈ എടുത്തു. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇത് ഫഗീദ. ഇതെല്ലാം കൂടെ എന്താ പറയുന്നത്, റൈസ്, സ്റ്റേക്ക് എല്ലാം കൂടെ. സ്റ്റേക്ക് ജംബാല റൈസും സ്റ്റേക്കും കൂടെ ആണ്. ഇത് സ്റ്റേക്ക് ആണ് വന്നേക്കുന്നത്. ഇതിന് ജംബാലയ റൈസ് എന്നാണ് തന്നെ പറയുന്നത്. ദിസ് ഇസ് ജംബാലിയ റൈസ്. സ്റ്റേക്ക് മിക്ക ആൾക്കാർ സ്റ്റീക്ക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒറിജിനൽ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇപ്പോൾ പറയുന്നത് സ്റ്റേക്ക് എന്നാണ് പറയുന്നത്. സ്റ്റീക്ക് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത്. മിക്ക ആൾക്കാർ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ടാക്കുന്നത് സ്റ്റീക്ക് എന്ന് പറയുന്നില്ല, സ്റ്റേക്ക് എന്നാണ് പറയേണ്ടത്. ഒറിജിനൽ പ്രൊനൗൺസിയേഷൻ ഇവിടുത്തെ. ഇപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്ന ഫഗീദ ബ്രെഡ്, അതിൻ്റെ കൂടെ റൈസ് ഉണ്ട്, ജംബാല റൈസ്.
സീസൺ ചെയ്ത റൈസാണ്. പിന്നെ ഉള്ളത് മാക്ക് ആൻഡ് ചീസ് ആണ്. ഇത്ര സാധനമാണ്. അത് കഴിച്ചു നോക്കാം. ഇല്ല, ഇനി ഇത് വരാനുണ്ട് മറ്റേ വേറെ ഫുഡ് വരാനുണ്ട്. തിരിച്ച് കഴിച്ചു നോക്കിയോ. ഗുഡ്. ഇതും നമ്മൾ മേടിച്ച ബ്ലൂമോണിൻ്റെ ബിയറാണ് മേടിച്ചത്. അൺഫിൽറ്റർ ബിയറാണ്. ബ്ലൂമോൺ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഫഗീഡ, പിന്നെ മാക്കാൻ ചീസ്. പിന്നെ ഇത് സ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റേക്ക് സ്റ്റേക്കും പെപ്പറും എല്ലാം ഇട്ടത്. സ്റ്റേക്കും പെപ്പറും എല്ലാം കൂടെ ഇട്ട ഇത് റാപ്പ്, സാധനമാണ്. അതിന്റെ റാപ്പ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചപ്പാത്തി പോലത്തെ റാപ്പ് എന്ന് പറയുന്നത് ഏതാ? ഇതാ ഫജിത്ത റാപ്പ്. ഇത് റാപ്പ് ചെയ്യാണ് അതിൻ്റെ അകത്ത്. വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ തിന്നാൻ വേണമെങ്കിൽ ഇത് വെച്ചിട്ട് സാലഡും വാക്കുമോളി എന്ന് പറഞ്ഞാൽ അവക്കാഡോ, നമ്മുടെ നാട്ടിലെ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്ന ശേഷം, പിന്നെ സൽസ, പിന്നെ അതിൻ്റെ സാലഡ്, ചീസ് ഇല്ലാണ്ട് വെച്ചാണ് നമുക്ക് റാപ്പാക്കി തിന്നാം. അല്ലാതെ വേണം തിന്നാം. റൈസാണ് കിട്ടുന്നത്. നല്ല ബ്രെഡ് ഉണ്ട്, ഗാർലിക് ബ്രെഡ്. ഇപ്പോൾ ബാത്റൂമിലോട്ട് പോയേക്കാണ്. അടുത്ത ബിയറാണിത്. സൂപ്പർ ബിയറാണ്. ചിക്കൻ ഞാൻ തീർത്തിട്ടില്ല. കഴിക്കാം. ഇവിടെ എക്സ്ട്രാ പ്ലേറ്റ് മേടിക്കാൻ പറ്റാമോ? എക്സ്ട്രാ പ്ലേറ്റ് ആണ് വന്നത്. എന്നാ One like these. Cheese bread. What's that? അതായത് ഈ ബ്രെഡ് സൂപ്പർ ബ്രെഡാണ്. എന്നാ അറിയാമോ? ഇത് ഗാർലിക് ബ്രെഡാണ്. അത് ഗാർലിക് ബ്രെഡ്. ക്രിസ്റ്റീൻ mac and cheese. എങ്ങനെയുണ്ട്? അടിപൊളി. കൊഞ്ചോ ഫുഡാണോ? ചില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഈ ഫഗീഡ എന്ന് പറയുന്നത്. ഇത് അത് ചിക്കനുണ്ട്, ചമ്പാല റൈസ് ഉണ്ട്, ചിക്കനുണ്ട്, സോസേജ് ഉണ്ട്, ഷ്രിമ്പുണ്ട്. ഇവിടെ ഷ്രിമ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൊഞ്ചിനുണ്ട്. ഷ്രിമ്പ് എന്നാണോ? അത് ഷ്രിമ്പുണ്ട്, റൈസുണ്ട്, പെപ്പർ എല്ലാം കൂടി മിക്സ് ചെയ്താണ്. നമുക്ക് റാപ്പാക്കി തിന്നാൻ വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റേക്കും ഇതെല്ലാം കൂടെ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ അകത്തിട്ട് വെക്കുക. ഇങ്ങനെ റാപ്പാക്കിയിട്ട് ബാക്കിയുള്ള വാക്കുമോളി എന്നാണ് പറയുന്നത്. അവക്കാഡോ എന്ന് പറയുന്നത് എനിക്ക് നാട്ടിലെ ഫ്രൂട്ടിൻ്റെ കറക്റ്റായിട്ട് അറിയത്തില്ല. എനിക്കൊന്ന് അവക്കാഡോ ഏതാ എനിക്കെന്താ ബട്ടർ ഫ്രൂട്ട് അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നു, അറിയില്ല കറക്റ്റ്. പിന്നെ സൽസ, മെക്സിക്കൻ സൽസ എന്ന് പറഞ്ഞത് അതിനകത്ത് തക്കാളിക്കായും ഇതൊക്കെ. പിന്നെ അതിൻ്റെ ചീസ്, പിന്നെ അതിൻ്റെ സോസ് വെക്കുക. ഇപ്പോൾ അത് റാപ്പാക്കിയാണ്. പിന്നെ പൊതിയ ഒന്ന് നോക്കിയാൽ അത് നോക്കിയേ. അടിപൊളി. പുള്ളിക്കാരൻ ബിയർ കുടിച്ച് കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പറാണോ? So
sausage? You want sausage? Here. So yummy. ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്ന സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇതിനകത്ത് നല്ല ഗാർലിക് ബ്രെഡ്, നല്ല ഗാർലിക്കിനകത്ത് മുക്കി വെച്ചേക്കുന്ന പോലെ ടേസ്റ്റ് ആയിരുന്നു. നല്ല ഗാർലിക്കിൻ്റെ നല്ല എണ്ണ പറ്റിയ പോലെ നല്ല സൂപ്പർ സാധനമാണ്. ടോസ്റ്റ് ചെയ്തതാണ്, അടിപൊളി. ഇത് പാത്രം കൂടെ തിന്നോ. ഇപ്പോൾ മൊത്തം കാലിയാക്കിയിട്ടുണ്ട് പാത്രത്തിൻ്റെ വെടിക്കെട്ട് കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു, നല്ല റൈസായിരുന്നു. ഇത് വൈൽഡ് റൈസ് എന്ന് പറയുന്ന റൈസ് കൊണ്ടാണ്, വൈൽഡ് റൈസ്. ഇച്ചിരി വൈൽഡ് അല്ല, എന്നാലും അത് അങ്ങനെയാണ് പറയുന്നത്. നല്ല ഫുഡായിരുന്നു. അവിടുത്തെ എല്ലാവർക്കും നിറഞ്ഞ് ഫുഡെല്ലാം മിച്ചമാണ്. എല്ലാം ആയി. മതിയോ? നിനക്ക് മതിയോ? നമ്മളെ ഫുഡെല്ലാം ഇത്രയും മിച്ചം വന്നു, ആർക്കും വേണ്ട. ഫുഡ് തുമ്മിച്ച് ഫുഡായിരുന്നു. ഇനി നമുക്ക് ഇവരോട് നമ്മളതിനെ ഫുഡുകളെ നമ്മൾ മേടിച്ചല്ലോ. നമുക്കിനി ഇത് വേണമെങ്കിൽ നമുക്ക് ചെറിയ പാത്രം മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്ന് മേടിച്ച ഫുഡാണ്. ഫുഡ് കളയരുത്. എത്രയോ പേര് ഫുഡില്ലാത്തൊരു പേരിലാണ് നമ്മൾ ഫുഡ് കളയുന്നത്, തെറ്റാണ്. ഇന്നത്തെ പരിപാടിയെല്ലാം നിർത്തിയിട്ടുണ്ട്. ഫുഡെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഫുഡെല്ലാം എടുത്തോണ്ട് ഇനി വീട്ടിലോട്ട് കൊണ്ടുപോകണം. ആൾക്കാരൊന്നും കഴിച്ചില്ല. നമുക്ക് ഫുഡെല്ലാം പാക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇനിയും പോയേക്കുവാണ്. ഇനി താങ്ക് യു എന്ന് പറയാൻ പറ്റത്തില്ല. ബില്ല് കൊണ്ടുവച്ചിട്ടുണ്ട്. ബില്ല് എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കാം. ടിപ്പ് കൊണ്ട് പറഞ്ഞത് ചേച്ചി ഓപ്പൺ. നമ്മൾ കഴിച്ചിട്ട് ഇവിടെ ഡെസ്ക് ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങും. നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്. അത് ബില്ല് എത്ര രൂപ നോക്കാം. നമ്മൾ മേടിച്ച സാധനത്തിന് വിലയാണിത്. 2 ബീർ $7 ഒരു വില, $1 വില. $14. കിഡ്സ് മീല് $5.99. ചിക്കൻ വിങ് ഹാട്ട് $24. ഫ്രൈഡ് കലമാരി $14. ഫഗീജ 17. മാക്കാൻ ചീസ് 4. പിന്നെ ജംബാലിയ 17. $95.99 സെൻറ്റ്. ടാക്സ് $672. $102. 71 സെൻറ്റ്. താങ്ക് യു എന്നും പറയുന്നുണ്ട്. കാർഡ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചാൽ മതി. അവർ വലിച്ചിട്ട് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാത്രം കഴിക്കാൻ വേണമെന്നില്ല. അടുത്ത പ്രാവശ്യം വരാമെന്നുള്ള പ്രതീക്ഷയോടല്ലേ. ഇവിടെ നല്ല കാലാവസ്ഥയായി. ഇപ്പം തണുപ്പൊക്കെ ആകാൻ തുടങ്ങി. ഓക്കെ, ഞങ്ങളിനിയും വീണ്ടും വരാമെന്നുള്ള പ്രതീക്ഷയിൽ കോട്ടഡോക്കിനോട് ഇവിടെ പറയുന്നു ബൈ. താങ്ക് യു.